ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഉള്ളത് ബദ്രിനാഥിലുള്ള യൂത്ത് ഹോസ്റ്റലിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, യൂത്ത് ഹോസ്റ്റല് 250 രൂപ വരുന്നത് ബെഡിന്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു നമ്മളോട് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ 150 രൂപ വരുള്ളൂ. അപ്പൊ എങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാന്ന് വെച്ചാൽ ഒരു ID കിട്ടും. ആ ID ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ 2000 രൂപ കൊടുക്കണം. അപ്പോൾ 2000 രൂപ കൊടുത്താലും കുഴപ്പമില്ല, കാരണം ഈ മെമ്പർഷിപ്പ് നമുക്ക് ലൈഫ് ലോങ് ആണ്. അതുമല്ല, നമുക്ക് ഇന്ത്യയിൽ എവിടെയൊക്കെ യൂത്ത് ഹോസ്റ്റൽ ഉണ്ടോ അവിടെ എല്ലാം 150 രൂപയ്ക്ക് നമുക്ക് ബെഡ് കിട്ടും. അടിപൊളി സെറ്റപ്പ് അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, ടോയ്ലറ്റ് ഒക്കെ നല്ല വൃത്തിയുണ്ട്, പിന്നെ ഫുഡും കിട്ടും. ഗൈസ്, ഹോസ്റ്റലിന്റെ പുറത്ത് ഒരു അടിപൊളി വ്യൂ കിട്ടി. അവിടെ ഭയങ്കര തിരക്ക്, അവിടെ എല്ലാവർക്കും വീടെടുക്കണം. പിന്നെ ഇവിടെയുള്ള മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര സ്നേഹം. കാരണം വെച്ചാൽ പശുവായാലും പട്ടിയായാലും നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വെറുതെ നടന്നു പോയാലും ഓടിച്ച് കടിക്കും. അതൊരു പശു ഒന്ന് കുത്തുകയും ചെയ്യും. എന്താണെന്നറിയില്ല, കുട്ടേട്ടൻ കണ്ട കിടന്നിട്ടൊക്കെയാണ് എടുത്തു കൊടുക്കുന്നത്. ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. ഇതാണ് ബദ്രിനാഥിന്റെ മെയിൻ സ്ഥലം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് മാനാ വില്ലേജ് ആണ്. ഇപ്പം ബദ്രിനാഥിന് ജീപ്പ് ഉണ്ട് മാനാ വില്ലേജിലേക്ക്. ഒരാൾക്ക് 50 രൂപ വരുന്നത്. പക്ഷെ അത്ര ദൂരമൊന്നുമില്ല, പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ഗൈസ്, ഇതാണ് മാനാ വില്ലേജ്. മാനാ വില്ലേജിൽ എത്തിയപ്പം എനിക്ക് തോന്നിയത് ഒരു സ്വപ്നത്തിലുള്ള ഒരു ഗ്രാമം പോലെയാ. കാരണം എന്ന് വെച്ചാൽ ചുറ്റും പർവ്വതം, അതുപോലെ തന്നെ നീലാഘോഷം, ചെറിയ ചെറിയ വീട്. ഒരു രക്ഷയില്ലേനു. ഒരു അടിപൊളി എക്സ്പീരിയൻസ്. ഇവിടെ മെയിൻ ആയിട്ട് അവർ വെക്കുന്നത് ഹാൻഡ് മെയ്ഡ് ആണ്. ഈ ഹാൻഡ് മെയ്ഡ് വൂളൻ ക്ലോത്ത്സ് അത് നല്ല രസമുണ്ട്. കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നും, പക്ഷെ ഭയങ്കര റേറ്റ് ആണ് വരുന്നത്. ചെറിയ തൊപ്പിക്കൊക്കെ 100 രൂപയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ മാനോ വില്ലേജ് നമ്മൾ വസുധാര വാട്ടർഫോളിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഈ ഭംഗിയുണ്ട്, നമ്മൾ വിചാരിച്ച മേലെ പോയി ടെന്റ് അടിക്കാം. ഇപ്പം ടെന്റ് മാനാ വില്ലേജ് തന്നെ കിട്ടുന്നുണ്ട്. റെന്റിന് 300 രൂപ വരുന്നത്. പിന്നെ ഈ മാനാ വില്ലേജിന് മഹാഭാരതമായിട്ട് കണക്ഷൻ ഉണ്ട്. പാണ്ഡവന്മാര് യുദ്ധത്തിന് ശേഷം രാജ്യം കുറച്ചാൾ ഭരിച്ചിട്ട് പിന്നെ അവര് രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നതാണ് കഥ. അപ്പൊ അവര് മാനാ വില്ലേജിനാണ് സ്വർഗാരോഹണം ചെയ്തത്. എന്ന് വെച്ചാല് അവര് സ്വർഗത്തിൽ പോയ സ്ഥലം. അപ്പോ ഈ കാണുന്ന വെള്ളച്ചാട്ടല്ലേ, ആ വെള്ളച്ചാട്ടത്തിൽ ഒരു ബോൾ പോലത്തെ കല്ലില്ലേ, ആ കല്ല് ഭീമൻ പാഞ്ചാലിക്ക് വേണ്ടി വെച്ചതാണ് പറഞ്ഞത്, ആ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാനാ വില്ലേജ് കഴിഞ്ഞു ഇനി നമ്മള് വസുധാരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വസുധാരയിലേക്ക് പോകുന്നതിനുള്ള വ്യൂസ് ആണ് ഗൈസ് ഇതെല്ലാം. പിന്നെ ഒരു പക്ഷിയാണ് നമുക്ക്, അതൊരു കാക്ക പോലെ ഉണ്ട്, പക്ഷെ കാക്കയല്ല, അത് വേറെന്തോ ഒരു പക്ഷിയാണ്. ഈ വില്ലേജിൽ നിന്ന് വാട്ടർഫോളിലേക്ക് ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട്. അത് നമ്മൾ നടന്നു പോകണം, അതും മേലോട്ടാണ് കയറി പോകേണ്ടത്. ഇതൊരു വാട്ടർഫോളിന്റെ ഭാഗമാണ്, പക്ഷെ ഇത് ക്രോസ് ചെയ്ത് പോകണം. ഇത് ഭയങ്കര ഡേഞ്ചർ ആണ്. ഒന്ന് പോയാൽ താഴെ എത്തും, പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഗൈസ്, ഇത് കണ്ട ഒരു കുറുക്കൻ. ഇതിന് നമ്മളൊരു ഡോറാ ബുജിലെ കുറുനീരിനെ പോലത്തെ കുറുക്കൻ. ഞാൻ ഗൂഗിളിൽ അടിച്ചോക്കിയപ്പോ പറയുന്ന റെഡ് ഫോക്സ് ആണോ. അങ്ങനെ ഏകദേശം 3 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങള് വസുധാരയിൽ എത്തി. ഗൈസ്, അതിന്റെ അടുത്ത് പോയപ്പോ തന്നെ വെള്ളം വല്ലാണ്ട് അടിക്കുന്നത്, നമ്മുടെ ഡ്രസ്സൊക്കെ ഫുൾ നനയും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ നിറച്ച്, കാരണം നമ്മൾ ടെന്റ് അടിക്കുന്നതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കണല്ലോ. അവൻ ഞങ്ങൾ പറ്റിയ സ്ഥലം നോക്കി ടെന്റ് അടിച്ച് നമ്മൾ മാഗി ഉണ്ടാക്കി, അതും കഴിച്ച് നമ്മൾ ടെന്റിലാണ് കിടന്നു ഉറങ്ങി. ഇപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഗൈസ്. ഇപ്പോ ബൈ.